മലയാളത്തിൽ ഒരുപാട് പ്രേത സിനിമകൾ റിലീസായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രേത സിനിമ, ആ ഒരു സിനിമയുടെ ചില പിന്നാമ്പുറ കഥകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിന് മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഷാജി കൈലാസ് ജയറാം കൂട്ടുകെട്ടിലെ കിലുക്കാംപെട്ടി എന്ന് പറയുന്ന ആ ഒരു സിനിമ കാരണം സംഭവിക്കാതിരുന്ന ഒരു കമൽഹാസൻ സിനിമ. അതായത് ഷാജി കൈലാസിൻ്റെ കിലുക്കാംപെട്ടി ഒരു ദി മെയ്ഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു റീമേക്ക് പോലെയായിരുന്നു. അതൊന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ കമൽഹാസൻ, നമ്മുടെ സംവിധായകൻ കമൽഹാസനും കൂടി ഒരു വലിയൊരു പാൻ ഇന്ത്യൻ സിനിമ പ്ലാൻ ചെയ്തിരുന്നു. അതും ദി മെയ്ഡ് എന്ന് പറയുന്ന ഒരു സിനിമയെ ഇൻസ്പയർ ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഷാജി കൈലാസിൻ്റെ സിനിമ ഉടനെ തുടങ്ങിയതുകൊണ്ട് അവർക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ കിലുക്കാംപെട്ടിയുടെ റൈറ്റേഴ്സ് എന്ന് പറയുന്ന വിനു കിരിയത്ത്, രാജൻ കിരിയത്ത്, ഇവർ സംവിധായകൻ കമലുമായിട്ട് അന്നൊന്നും ഒന്നിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു കിലുക്കാംപെട്ടിയുടെ ഒരു സമയത്താണ് രാജൻ കിരിയത്തും വിനു കിരിയത്തും ഇവർ കമലിനെ കാണുന്നതും കമലുമായിട്ട് വളരെ യാദൃശ്ചികമായി കമലിനോട് അവരപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ പറയുകയും ആ ഒരു സിനിമ തങ്ങളുടെ സിനിമയുമായി സാമ്യമുണ്ടെന്ന് തോന്നി കമൽഹാസൻ്റെ സിനിമ അവരത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ അതിനുശേഷം ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അതായത് സംവിധായകൻ കമലും ഈ റൈറ്റേഴ്സും തമ്മിൽ. അങ്ങനെ അവർ പിന്നീട് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കാനുള്ളൊരു ഡിസ്കഷനൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവരുണ്ടാക്കിയ ഒരു കഥയാണ്. അതായത് അന്ന് ഇന്ത്യയിലൊന്നും ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടില്ല, പുറത്തൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അത് അങ്ങനെ ഒരു പുതുമയുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ ഒരു സിനിമ ചെയ്തത്. ആ ഒരു സിനിമയായിരുന്നു ആയുഷ്കാലം. ഈ ഒരു സിനിമ ഹാർട്ട് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ്. പക്ഷേ ദി ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയാണ് എന്ന രീതിയിലാണ് അത് കൂടുതൽ വന്നിരുന്നത്. പക്ഷേ റൈറ്റേഴ്സ് പറഞ്ഞത് ഗോസ്റ്റ് അല്ല, ഹാർട്ട് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്നാണ് അവർക്കത് ഇൻസ്പയർ ആയിട്ടുള്ളത്. പിന്നെ ഗോസ്റ്റിലും ചില സാമ്യതകൾ ചില സീൻസിലും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും നമുക്കറിയാം, അതിൽ ജയറാമും മുകേഷും ശ്രീനിവാസൻ, സായികുമാർ വലിയൊരു സ്റ്റാർ കാസ്റ്റാണുള്ളത്. അതിൽ ജയറാമും മരിച്ചിട്ട് ജയറാമിൻ്റെ ഹാർട്ട് മുകേഷിൻ്റെ ശരീരത്തിൽ വെച്ച ശേഷം മുകേഷിന് ജയറാമിൻ്റെ ആത്മാവിനെ കാണാൻ പറ്റുന്നതും അതൊക്കെയാണ് എൻ്റെ കഥ. ശരിക്കും അതുവരെ നമുക്കൊരു പ്രേത സിനിമ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ പേടിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ പ്രേതങ്ങളെല്ലാവരും ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി വരുന്നതും അങ്ങനത്തെ സിനിമകളായിരുന്നു. പക്ഷേ ഇത് ശരിക്ക് ഈ സിനിമയുടെ പ്രത്യേകത ഇതിൽ കൂടുതൽ കഥാപാത്രങ്ങളെല്ലാം പോസിറ്റീവാണ്, പ്രേതങ്ങളൊക്കെ പോസിറ്റീവാണ്. അതായത് ഇതിൽ ഇന്നസെൻ്റ് പ്രേതമായിട്ടുണ്ട്, ശങ്കരാടി ഉണ്ട്. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് പ്രേതത്തിൻ്റെ ആ ഒരു ഫൺ രീതിയിലാണ് ആ കഥ പോകുന്നത്. പിന്നീട് അതൊരു ഫാമിലിയും എല്ലാം കൂടിയുള്ള ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ സമയത്ത് കമലിൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന ലാൽ ജോസും ദിലീപും പിന്നീട് ഇന്നത്തെ പ്രശസ്ത സംവിധായകനായ അക്കു അക്ബർ, ഇവരൊക്കെ അന്ന് കമലിൻ്റെ അസിസ്റ്റൻസാണ്. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് സീന് അത് ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത്. ക്ലൈമാക്സിൽ ആ സിനിമ കണ്ടവർക്കറിയാം, അതിൽ സായികുമാറിൻ്റെ കുറേ പിശാചുക്കൾ വന്നിട്ട് ഒരു എന്തോ ഒരു പ്രത്യേക വണ്ടിയിൽ വന്നിട്ട് വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിനിമ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ പിശാചുക്കളായിട്ട് അത് അത്ര ക്ലിയർ ഒന്നല്ല, ഫേസ് ഒന്നും ക്ലിയർ അല്ല, പിശാചുക്കളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് 3 പിശാചുക്കളായിട്ട് അഭിനയിച്ച ലാൽ ജോസും ദിലീപും അക്കു അക്ബറൊക്കെയാണ്. അതുപോലെ തന്നെ ഈ സിനിമ അന്ന് ഔസേപ്പച്ചൻ്റെ മ്യൂസിക് വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട മ്യൂസിക്കായിരുന്നു. അതിൽ മൗനം സ്വരമായി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഈ പാട്ട് തന്നെയാണ് ഔസേപ്പച്ചൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2003 മുല്ലവള്ളി തേന്മാവ് എന്ന് പറയുന്ന ചിട്ടിക്കുരുവി എന്ന് പറയുന്ന ആ സോങ് ശരിക്കും ഇതിൻ്റെ ഒരു ഫാസ്റ്റ് വേർഷനാണ്. നിങ്ങളത് ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. മൗനം സ്വരമായി എന്നെയാണ് ചിട്ടിക്കുരുവി എന്ന് പറയുന്ന ആ ഒരു ഇതായിട്ട് ചെറിയൊരു ചേഞ്ചസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഈ ഒരു സിനിമ അന്ന് അത്യാവശ്യം നല്ല വിജയമായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ റിലീസായ ശേഷം മമ്മൂക്ക കമലിനോടും ഇവരോടൊക്കെ പറഞ്ഞാണ്, എന്നോട് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നല്ലോ. അതായത് ജയറാമിൻ്റെ ആ ഒരു റോള് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണെന്ന് മമ്മൂക്ക കമലിനോട് പറഞ്ഞത്. ഈ ഒരു സിനിമയിൽ അതിൽ ശങ്കരാടിയുടെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. അതായത് ഭാര്യ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും ഭാര്യ മരിച്ചിട്ട് ഭാര്യയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ, ജയറാമിൻ്റെ അച്ഛനായിട്ടുള്ള ക്യാരക്ടറാണ്. മരിച്ചിട്ടും അവിടെ തന്നെ ഉണ്ട് വീട്ടിലൊക്കെ. അപ്പോൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പടത്തിൽ കൂടുതലും നൈറ്റ് സീൻസാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കോമഡി വെച്ചാൽ ആ സമയത്ത് ഇന്നസെൻറ്റ് രാത്രി 9 മണി കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കില്ല. അതായത് 9 മണി കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഡോക്ടർ പറഞ്ഞിട്ട് ഉറക്കൊഴിക്കരുത് എന്നൊക്കെ ഒരു കാരണമൊക്കെ പറഞ്ഞ് അഭിനയിക്കാതിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ലാൽ ജോസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലാൽ ജോസും ദിലീപൊക്കെ അവർക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സോടെ എല്ലാം കണ്ട് റൂമിൽ വരുന്ന രാത്രി 11 മണി 11:30 ഇവർ വരുമ്പോൾ ഇന്നസെൻ്റ് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഹോട്ടലിൽ. എന്നിട്ട് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇന്നസെൻ്റ് ഇവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ ഇന്നസെൻ്റ് റൂമിൽ ഭക്ഷണവും തമാശയൊക്കെ ആയിട്ട് 2 മണിയാണ് ഇവർ എല്ലാ ദിവസവും കിടക്കുമ്പോൾ.
എന്നിട്ട് ലാജോസ് പറയും ഞങ്ങൾക്ക് 5 മണിയാകുമ്പോൾ കട്ടൻ കാപ്പിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേക്കപ്പ് കോളാണ്, 5 മണിക്ക് ഞങ്ങൾക്ക് എണീക്കണം, ഇന്നസെൻ്റ് ഏട്ടന് 10 മണിക്ക് എത്തിയാൽ മതി. പക്ഷേ ഈ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ സംവിധായകനായ കമൽ ചോദിക്കും നിങ്ങളെന്താണ് ഈ ഉറക്കം തൂങ്ങിയിരിക്കുന്നതെന്ന് ദിലീപിനോടും ഈ പറയുന്ന ലാജോസിനോട് ചോദിക്കും. പക്ഷേ ഇവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്നസെൻ്റ് ഏട്ടനാണ് ഞങ്ങളുടെ ഉറക്കമൊഴിച്ചത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നസെൻ്റ് കള്ളം പറഞ്ഞിട്ടാണ് ലൊക്കേഷനിൽ വൈകുന്നേരം പോകുന്നത്. പുള്ളിക്ക് അഭിനയിക്കാതിരിക്കാനുള്ള ഒരു മടി കാരണമായിരിക്കാം. അപ്പോൾ ലാജോസും പറഞ്ഞു ഇത്രയധികം എൻജോയ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഒരു നടനുമായിട്ട് വ്യക്തിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടായത് സംഭവിച്ചത് ഈ ഒരു സിനിമയോട് കൂടിയാണ്. അങ്ങനെ അതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. പിന്നെ ഈ ഒരു സിനിമ റിലീസായ ശേഷം ഇതിൻ്റെ മറ്റൊരു വലിയൊരു ഇതിൻ്റെ റൈറ്റേഴ്സിന് കിട്ടിയ ഒരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായ കെ ബാലചന്ദ്രൻ, നമ്മുടെ മലയാള തമിഴിലെ പ്രശസ്ത സംവിധായകൻ, രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയൊക്കെ ഗുരുവാണ് അദ്ദേഹം. ഒരു സിനിമ കണ്ട് ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഒരു ലെറ്റർ ഇവർക്ക് റൈറ്റേഴ്സിന് കൊടുത്തേച്ചിരുന്നു. അതിൽ കെ ബാലചന്ദ്രൻ പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു രംഗം, ഇതിൽ നമുക്കറിയാം ആ മൗനം സ്വരമായി എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിന് മുമ്പുള്ള ഒരു സീനിൽ ആത്മാവായ ജയറാമിൻ്റെ കുഞ്ഞിനെ കൈകൊണ്ട് തൊടാൻ പറ്റില്ല, അങ്ങനെ മുകേഷിനെ ജയറാമിന് തൊടാം. അങ്ങനെ മുകേഷ് ആ കുട്ടീനെ കയ്യിലെടുക്കുമ്പോൾ ജയറാം മുകേഷിൻ്റെ കൈയിൻ്റെ അടിയിലോട്ട് കൈവയ്ക്കുന്ന അവിടുന്ന് അങ്ങോട്ട് ആ സോങ്ങിലേക്ക് പോകുന്നൊക്കെയാണ്. അപ്പോൾ കെ ബാലചന്ദ്രന് ഇതിൻ്റെ ഇമോഷൻ വളരെയധികം വർക്കായി കണ്ണു നിറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഇവരോട് പറഞ്ഞു. എന്നിട്ട് ഇവർ കെ ബാലചന്ദ്രൻ എഴുതിയിരുന്ന ഒരു കത്താണ് അന്ന് ഇവർ ന്യൂസ് പേപ്പറിൽ പബ്ലിസിറ്റി ആയിട്ട് ഇവരത് കൊടുത്തത്. ഇതേപോലെ മമ്മൂക്ക പറഞ്ഞു ഞാൻ അഭിനയിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ആ റോള് എന്ന് പറഞ്ഞ് ഇവരതും മാർക്കറ്റ് ചെയ്യും. അന്നത്തെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് മുഴുവനും ഈ പത്രങ്ങളിലാണ്. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പോലെ ഇന്നിപ്പോൾ ഒരു താരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ഒരു സ്റ്റോറി ആയിട്ടോ പോസ്റ്ററായിട്ടോ ഒക്കെ ഡിജിറ്റലി ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ പബ്ലിസിറ്റി. പക്ഷെ അന്നത്തെ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇന്ത്യക്ക് മലയാളത്തിൽ നിന്ന് പുറത്തും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ സിനിമയായിരുന്നു ഈ ആയുഷ്കാലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബോബൻ ആലമൂടൻ്റെ അച്ഛൻ, അതായത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്ന ബോബൻ ആലമൂടൻ്റെ അച്ഛൻ നമ്മുടെ മരിച്ചുപോയ നടൻ ആലമൂടൻ ഇതിൽ ഡബ് ചെയ്തിരിക്കുന്നത് ദിലീപാണ് ഈ സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ദിലീപിൻ്റെ പഴയ കുറേ സിനിമകളിൽ ദിലീപ് അസിസ്റ്റ് ചെയ്തിരുന്ന പല സിനിമകളിലും ദിലീപ് തന്നെ ഡബ് ചെയ്തിട്ടുണ്ട്, അതിൽ ചെറിയ ചെറിയ താരങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ചെറിയ സീനിൽ വരുന്ന താരങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞൊരു സിനിമയാണ് ആയുഷ്കാലം. ഇപ്പോഴും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറേ ശ്രീനിവാസിൻ്റെ ഒരു ക്യാരക്ടർ, പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു ക്യാരക്ടറും കവിത എഴുതുന്നതും അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ആ സിനിമയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് നിങ്ങളോട് ഈ ഒരു സിനിമയെക്കുറിച്ച് ഈ അടുത്ത് വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള മലയാള സിനിമകളെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് എന്നായിരുന്നു ഒരുപാട് കാലമായിട്ട് ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ റൈറ്റേഴ്സ് തന്നെ പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗോസ്റ്റ് അല്ല, ശരിക്കും ഹാർട്ട് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. നിങ്ങൾ ഗോസ്റ്റും അല്ലെങ്കിൽ ഹാർട്ട് കണ്ടീഷൻ എന്ന് പറയുന്ന ഈ 2 ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആയുഷ്കാലമായിട്ടുള്ള സാമ്യതകൾ എന്താണെന്നുള്ളത് നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.